എല്ലാവർക്കും നമസ്കാരം. പാഷൻ ടു ബിസിനസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു നിഷ് ഐഡന്റിഫൈന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എന്താണ് നിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഡക്റ്റോ സർവീസോ നമ്മുടെ ഈ വലിയൊരു ഹ്യൂജ് മാർക്കറ്റിൽ നമ്മുടെ ഒരു സെഗ്മെന്റ്, സ്പെഷ്യൽ സെഗ്മെന്റ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. എന്തായിരിക്കണം നമ്മുടെ ഒരു നിഷ് എന്ന് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇങ്ങനൊരു നിഷ് കണ്ടെത്തുന്നതിലൂടെ നമ്മുടെ ഓഡിയൻസിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി നമുക്ക് എപ്പോഴും നിലനിർത്താനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓഡിയൻസിൽ ഇത്രയും വലിയൊരു മാർക്കറ്റിൽ നമുക്ക് നമ്മളുടേതായ ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് സർവീസ് നമ്മൾ കൊടുക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ എന്തായിരിക്കണം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വിലയിരുത്തൽ നടത്തണം. എൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എൻ്റെ കഴിവ്, എൻ്റെ സ്കില്ല് എന്താണ്, എനിക്ക് എന്ത് കാര്യത്തിലാണ് കൂടുതൽ മികച്ച ഒരു നല്ല ഇത് പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, നമ്മുടെ സ്കില്ലിനെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തുക. നമ്മുടെ മാർക്കറ്റിലെ കറണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, മാർക്കറ്റിൽ ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്താണ്, കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, ഞാനിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ എനിക്കതിനകത്ത് ഒരു നിലനിൽപ്പുണ്ടോ, എനിക്കൊരു സക്സസ് ഉണ്ടാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തുക. അത് മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു കസ്റ്റമർ, ഏതൊക്കെ തരത്തിലുള്ള കസ്റ്റമർ ആയിരിക്കണം നമ്മുടെ എന്ന് നമ്മൾ ചൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ പല ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കണം നമ്മുടെ കസ്റ്റമർ, അതുപോലെ തന്നെ ഏത് ജെൻഡറിലുള്ള ആളുകളായിരിക്കും നമ്മുടെ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് പർച്ചേസിങ് മെൻറ്റാലിറ്റി, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരുപാട് എപ്പോഴും അത് മൂവ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഒരുപാട് ആവശ്യമുണ്ട്, നമുക്ക് നല്ല ഒരു പ്രോഡക്റ്റ് കണ്ടെത്തുകയാണ്. അപ്പോൾ ഒരു ഒഫീഷ്യൽ വെയറിലുള്ള ഒരു കുർത്തിയാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കും. അപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആളുകൾക്ക് എപ്പോഴും ഡ്രസ്സുകൾ നല്ല നല്ല ഓഫീസ് വെയറുകൾ ആവശ്യമാണ്. അപ്പോൾ അവർ എപ്പോഴും വാങ്ങിക്കും. അപ്പോൾ തന്നെ ഒരു റൊട്ടേഷൻ നടക്കുന്നുണ്ട്. സോ അപ്പോൾ ഒരു കസ്റ്റമറുടെ ഒരു പർച്ചേസിങ് ഹാബിറ്റ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു കസ്റ്റമർ ഏതായിരിക്കണം നമ്മുടെ കസ്റ്റമർ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പ്രോഡക്റ്റിനെ ഒരു നാരോ നിഷ് ആക്കി എടുക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കുർത്തി മേഖലയിൽ അല്ലെങ്കിൽ വസ്ത്ര വ്യാപാര മേഖലയിൽ കുർത്തിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കുർത്തിയിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട്. എത്നിക് വെയർ ഉണ്ട്, അതുപോലെ തന്നെ ഒഫീഷ്യൽ വെയർ ഉണ്ട്, കാഷ്വൽ വെയറുകളുണ്ട്. സോ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു കോട്ടൺ കുർത്തി മേഖലയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ മേഖലയുമായിട്ട് അത് പ്രോഡക്റ്റ് ആരൊക്കെയാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ കസ്റ്റമറിലേക്ക് ഒരു അവയർനെസ് കൊടുക്കുകയാണെങ്കിലോ ആ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് ഓഡിയൻസ് പെട്ടെന്ന് നമ്മളിലേക്ക് അട്രാക്റ്റ് ആവും. സോ അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യോഗയാണെങ്കിലും ഒരുപാട് നമുക്കിപ്പോൾ യോഗ പ്രാക്ടീഷണേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് യോഗ പ്രാക്ടീസ് നടുവേദനയ്ക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള യോഗ പ്രാക്ടീഷണേഴ്സ്, യോഗ ട്രെയിനേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു നാരോ ഫോക്കസ് ആയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ചൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ കസ്റ്റമറിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റോ നിഷോ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ സസ്റ്റൈനബിലിറ്റി, അതിൻ്റെ സ്കെയിലബിലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് തിരഞ്ഞെടുത്തു, അത് ഇന്ന് ഉപയോഗിച്ചു, ആ ട്രെൻഡ് കഴിഞ്ഞു, അപ്പോൾ പിന്നെ വേറൊരു ട്രെൻഡിലേക്ക് അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് ബിസിനസ്സിൽ കൺവേർട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ ഒരു കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് വീണ്ടും അതിനകത്തോട്ട് നല്ല നല്ല വാല്യൂസ് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വാല്യൂ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിനെ നല്ലൊരു പ്രോഡക്റ്റ് ആക്കിക്കൊണ്ട് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. സോ ഒരു നിഷ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പ്രൊഫിറ്റബിലിറ്റിയും അതിൻ്റെ സ്കെയിലബിലിറ്റിയും നമ്മൾ തീർച്ചയായിട്ടും കണക്കാക്കണം. അതുപോലെ തന്നെ നമ്മളൊരു പ്രോഡക്റ്റോ സർവീസോ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ രീതിയിൽ തുടങ്ങാതെ അതിൻ്റെ മാർക്കറ്റിലെ മൂവ്മെൻറ്റ് എത്രമാത്രം ഉണ്ടാവുമെന്ന് നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് മാത്രം പ്രൊഡക്ഷൻ നടത്തിയിട്ട് അതൊരു കുറച്ച് ആളുകളിലേക്ക് മാത്രം എത്തിച്ച് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ആ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന്. അതിനുശേഷം കൂടുതൽ ഇംപ്രവൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. സോ ഈ ഒരു ഐഡൻറ്റിഫൈ നിഷ് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ
നമുക്ക് പെട്ടെന്ന് നമ്മുടെ കസ്റ്റമറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പല തരത്തിലുള്ള കസ്റ്റമേഴ്സ് നമുക്ക് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതായത് പ്രൊഫഷണലായിട്ട് ഉള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊഫഷണൽസ് ആകുമ്പോൾ നമുക്ക് അവരിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റിയിൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ട്. സോ അവരെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ലോഗോയും അതുപോലെ തന്നെ നമ്മുടെ ഒരു കളർ തീം സെലക്ട് ചെയ്യുന്നത് പോലും നമുക്കൊരു പ്രൊഫഷണലിസം കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ നമ്മളുടെ ബിസിനസ്സിൽ നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ യൂസ് ചെയ്യുന്നത് ആരാണ് എന്ന് ആ കസ്റ്റമറിൻ്റെ അനുസരിച്ച് നമ്മുടെ ഒരു ബ്രാൻഡ് പൊസിഷനിങ് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ അങ്ങനെ ഒരു നിഷ് തിരഞ്ഞെടുക്കുകയും അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടും നമുക്ക് ഈ നാരോ നിഷിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. സോ എല്ലാവരും ഒരു പ്രൊഡക്റ്റ് സർവീസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു നിഷ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ കാര്യങ്ങളുമായി വരുന്നവരേക്കും നന്ദി. ബൈ ബൈ. ടേക്ക് കെയർ.